50 വർഷത്തോളം പഴക്കമുള്ള ജനകീയ സമര പരമ്പരകൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് കുന്നം, കൊപ്പം, പന്തടിക്കളം നടപ്പാലങ്ങളുടെ ഉദ്ഘാടനവും സംരക്ഷണ ഭിത്തി നിർമ്മാണ ഉദ്ഘാടനവും നടന്നു. 100ഓളം കുടുംബങ്ങളുടെ 50 വർഷം പഴക്കമുള്ള ജനകീയ സമര പരമ്പരകൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് കുന്നം നടപ്പാലത്തിന്റെ ഉദ്ഘാടനവും കൊപ്പം പന്തടിക്കളം നടപ്പാലവും സംരക്ഷണ ഭിത്തി നിർമ്മാണോദ്ഘാടനവും നടന്നു. ഇതോടെ അരനൂറ്റാണ്ട് പഴക്കമുള്ള നാട്ടുകാരുടെ പൊതു ആവശ്യമാണ് നിറവേറിയത്. കഴിഞ്ഞ 50 വർഷത്തെ ശ്രമഫലമായാണ് നെടുമങ്ങാട് നഗരസഭയിലെ കൊപ്പം പന്തടിക്കളം നടപ്പാലവും സംരക്ഷണ ഭിത്തി നിർമ്മാണവും കുന്നം നടപ്പാലവും യാഥാർത്ഥ്യമാകുന്നത്. 100ഓളം കുടുംബങ്ങളുടെ ആശ്രയമാണ് കിള്ളിയാറിനോട് ചേർന്ന് കിടക്കുന്ന പന്തടിക്കളത്തെ നടവഴി. മഴ പെയ്താൽ ഏതു നിമിഷവും കരമനയാർ കരകവിഞ്ഞൊഴുകി നടവഴിയും വെള്ളത്തിനടിയിലാവും. എളുപ്പവഴിയിലൂടെ വീട്ടിലെത്തുവാൻ സമീപവാസികൾ അപകട ഭീഷണിയുള്ള കുത്തൊഴുക്കുള്ള വഴിയിലൂടെ നടന്നു വേണം വീട്ടിലെത്താൻ. ഈ അവസ്ഥയിലിരിക്കെയാണ് 2013 നാടിനെ കണ്ണീരിലാഴ്ത്തിയ സംഭവം നടന്നത്. മഴ സമയത്ത് പന്തടിക്കളം സ്വദേശികളായ 50 വയസ്സുള്ള ഷംനാദ്, വിദ്യാർത്ഥിയായ 15 വയസ്സുള്ള മുഹമ്മദ് നൈഫ് എന്നിവർ ഈ നടവഴിയിലൂടെ സഞ്ചരിക്കവേ 15 മീറ്ററുകളുടെ വ്യത്യാസത്തിൽ വെള്ളത്തിലകപ്പെട്ടു. ഇവരുടെ മൃതദേഹം പിറ്റേ ദിവസം 2 കിലോമീറ്റർ അകലെ കുട്ടപ്പാറയിൽ നിന്നാണ് കിട്ടിയത്. അന്ന് വൻ ജനകീയ സമരങ്ങളാണ് അരങ്ങേറിയത്. തുടർന്നും പന്തടിക്കളത്തെയും കുന്നത്തെയും ജനങ്ങൾക്ക് അവഗണനയായിരുന്നു. കഴിഞ്ഞ 2 വർഷം മുൻപ് മഴയത്ത് വെള്ളം കയറിയപ്പോൾ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ ശ്രദ്ധേയമായി. തുടർന്ന് ഇക്കഴിഞ്ഞ നവകേരള സദസ്സിൽ 6ാമത്തെ വിഷയമായി ഇത് അവതരിപ്പിക്കപ്പെട്ടു. തുടർന്ന് മന്ത്രി GR അനിലിന്റെ ഇടപെടലിലൂടെ നാട്ടുകാരുടെ ചിരകാല സ്വപ്നം പൂവണിയുകയായിരുന്നു. 61 ലക്ഷം രൂപ വിനിയോഗിച്ച് നടപ്പാലവും സംരക്ഷണ ഭിത്തി നിർമ്മാണവും നടക്കും. 6 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കും. ഇതോടൊപ്പം പൂർത്തിയായ കുന്നം ഇരുമ്പ് നടപ്പാലം 15 ലക്ഷം രൂപ നെടുമങ്ങാട് നഗരസഭ ഇറിഗേഷൻ വകുപ്പിന് ഡിപ്പോസിറ്റ് നൽകിയാണ് 6 മാസം കൊണ്ട് പൂർത്തിയാക്കിയത്. 350-ൽ പരം കുടുംബങ്ങൾ താമസിക്കുന്ന കുന്നത്ത് നടപ്പാലത്തിന് പുറമെ കിള്ളിയാറിന് കുറുകെ തെങ്കാശിപ്പാതയുമായി ബന്ധിപ്പിക്കുന്ന പാലം 2 കോടി രൂപ വിനിയോഗിച്ച് 1 വർഷം കൊണ്ട് പണി പൂർത്തിയാക്കുമെന്ന് നടപ്പാല ഉദ്ഘാടനത്തിനിടെ മന്ത്രി GR അനിൽ പറഞ്ഞു. യോജിച്ച് വളരെ താല്പര്യപൂർവ്വമാണ് ഈ പദ്ധതികൾ പൂർത്തീകരിക്കുന്നത്. ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഒരു പ്രദേശത്തിൻ്റെ ആവശ്യകത എന്താണോ അടിയന്തര സ്വഭാവത്തിലുള്ള ആ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങളാണ് യാഥാർത്ഥ്യമാക്കുന്നത്. മുനിസിപ്പാലിറ്റിക്കുള്ളിൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ ഓഫീസുകളിലും, അത് സ്കൂളാണെങ്കിലും കോളേജാണെങ്കിലും പോളിടെക്നിക് ആണെങ്കിലും ആശുപത്രികളാണെങ്കിലും അതുപോലെ ടൂറിസത്തിൻ്റെ ഇങ്ങനെ തുടങ്ങിയ എല്ലാ സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിലും നിങ്ങൾ പോയാൽ കാണാം, എല്ലാ സ്ഥലത്തും നിർമ്മാണ പ്രവൃത്തിയോ അല്ലെങ്കിൽ പൂർത്തീകരിച്ചതുമായിട്ടുള്ള കെട്ടിടങ്ങളുടെ അവസ്ഥ കാണാം. നഗരസഭാ ചെയർപേഴ്സൺ CS ശ്രീജ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വാർഡ് കൗൺസിലർ P രാജീവ് സ്വാഗതം പറഞ്ഞു. ജനപ്രതിനിധികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു.